അദ്ദേഹത്തിന് എത്രയിടത്ത് വോട്ട് കിടന്നാലും ഒരിടത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ മര്യാദയും. 2 സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ട് അത് മര്യാദ എന്നാണോ പറയുന്നത്? കുറ്റമാണോ? റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ചോദിക്കുന്നു. ഒരാളിന്റെ പേര്, താങ്കളുടെ പേര് രണ്ടിടത്ത് വച്ചത് കുറ്റമാണോ എന്നുള്ളതല്ല. ന്യായമാണോ? അത് ന്യായമാണോ? ഞാൻ ചോദിച്ചതിനല്ല ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് തിരിച്ച് കൗണ്ടർ ചോദ്യമല്ലേ ചോദിച്ചത്? സുരേഷ് ഗോപിയുടെ അല്ലല്ല, ഇത് മറുപടി പറയാം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പുറത്തുനിന്ന് വന്ന് വോട്ട് ചോദിച്ചിട്ട് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? തൃശ്ശൂരിലെ ജനതയെ എളിഭ്യരാക്കുന്ന ശ്രമമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി ജയിച്ച നാൾ മുതൽ സുരേഷ് ഗോപിയെ വേട്ടയാടുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതിൻ്റെയും വലതിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം പണിയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കാണുന്നത് സുരേഷ് ഗോപിയെ വേട്ടയാടി നിങ്ങൾ അദ്ദേഹത്തെ MP ആക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവരെ പോലീസിനെ കൊണ്ട് തലയടിച്ചു പൊട്ടിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനോടും അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടും ഒരു വിഭാഗം മാധ്യമങ്ങളോട്, എല്ലാ മാധ്യമങ്ങളെയും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം മാധ്യമങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും അതാണ്. എൻ്റെ സുഹൃത്തെ, അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നവർ ഇറ്റലിക്കാരോ ബംഗ്ലാദേശികളോ അല്ല, ഇന്ത്യൻ പൗരന്മാരെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ ആരെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ ആ പേര് ചേർത്ത ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാനും ആ പരാതി കൊടുക്കാനും ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻ ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം, ആ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരെ ഡിലീറ്റ് ചെയ്യാം, അതിനൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇതിനേക്കാൾ കുറച്ചുകൂടെ സുതാര്യമായ സംവിധാനങ്ങളാണ് ഉള്ളത്. അവിടെ BLO ഉണ്ട്, അതോടൊപ്പം തന്നെ BLAമാരുണ്ട്. അവർ വീടുകളിൽ വന്നിട്ടാണ് ഓരോന്ന് വെരിഫൈ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ വോട്ടർ പട്ടിക പുറത്തു വരുന്നത്. ഞാൻ ചോദിക്കുന്ന ഈ പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയും VD സതീശൻ്റെ കോൺഗ്രസും ഒക്കെ ഞങ്ങൾ അവിടെ 10-50,000 പേരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഭംഗിയായിട്ട് സംഘടനാ പ്രവർത്തനം നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമത്തിന് വിധേയമായിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞങ്ങളുടെ MP അവിടെ ജയിച്ച് 1.5 വർഷമായില്ലേ? 1.5 വർഷത്തിന് ശേഷമാണോ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ ഛത്തീസ്ഗഡിൽ നാണം കെട്ടു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഛത്തീസ്ഗഡിനേക്കാൾ അതിഭീകരമായി കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ലവ് ജിഹാദ് നടക്കുന്നു. ഈ ലവ് ജിഹാദ് ഇവിടെ ഉയർന്നു വരരുത്. ഇവിടുത്തെ മുസ്ലിം തീവ്രവാദി സമൂഹത്തിനോടൊപ്പം അവരുടെ പാദസേവകരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ കോതമംഗലത്തെ ലവ് ജിഹാദ് ഉയർന്നു വരരുത്. അതോടൊപ്പം തന്നെ സോനയുടെ വിഷയം ഉയർന്നു വരരുത്. അതുപോലെ കൊട്ടാരക്കരയുടെ വിഷയം ലവ് ജിഹാദ് ഉയർന്നു വരരുത് എന്നാഗ്രഹിച്ച് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, കേരളത്തിലെ കാതലായ പ്രശ്നങ്ങളിൽ നിന്ന്, ഭീകരവാദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് അവരുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടിയുള്ള നരേറ്റീവാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ കരിയോയിലൊഴിച്ചതും അവിടെ ബി.ജെ.പിയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ തൃശ്ശൂർ ജനത സുരേഷ് ഗോപിയോടൊപ്പമാണ്, സുരേഷ് ഗോപി തൃശ്ശൂർ ജനതയോടൊപ്പമാണ്. അവിടെ വോട്ട് ചേർത്തിരിക്കുന്നത് ഇറ്റലിക്കാരിയെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശുകാരനെയോ അല്ല, ഇന്ത്യൻ പൗരന്മാരെയാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരെയാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരെ വോട്ട് ചേർത്തതിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്, ഇന്ത്യയുടെ കോടതികളുണ്ട്, നിയമ സംവിധാനമുണ്ട്. ആ വഴിക്കാണ് പോകേണ്ടത്. അല്ലാതെ പത്രസമ്മേളനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ജയിക്കുകയും ചെയ്തു, അതിനുശേഷമാണോ ഇത് കണ്ടുപിടിക്കേണ്ടത്? ഈ പ്രതീതി ഉണ്ടാക്കുന്നവർ തോറ്റു തുന്നം പാടിയവരല്ലേ? തോറ്റു തുന്നം പാടിയവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയല്ലാതെ പിന്നെ എന്താ ചെയ്യുക? അതല്ലേ പിണറായി വിജയന്റെ പാർട്ടിക്കാരും VD സതീശന്റെ പാർട്ടിക്കാരും ചെയ്യുന്നത്. അതിന് ഞങ്ങൾ എന്തിനാ ഉത്തരം പറയണം? ഒരു കാര്യം ചോദിച്ചിട്ട്, സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്കും 2 വോട്ട് എങ്ങനെയാണ് വരുന്നത്? അതൊക്കെ ന്യായമാണോ? അദ്ദേഹത്തെ പോലെ ഒരാൾ ചെയ്യുന്നത്, ഡ്രൈവർ വോട്ട് ചെയ്യുന്നു, അതൊക്കെ ന്യായമാണോ? 2 വോട്ടർ പട്ടികയിൽ പേരുള്ളത് ഇന്ത്യയിൽ ശിക്ഷയുണ്ടോ അതിന്? അല്ല, അങ്ങനെ ചെയ്യുന്നത് ന്യായക്കുറവല്ലേ? അത് സ്വയം ഒഴിവാക്കേണ്ട ഒരു ജാഗ്രത കാണിക്കേണ്ടതല്ലേ? അങ്ങയോട് റിപ്പോർട്ടറിനോട് തിരിച്ചു ചോദിക്കുക.
2 വോട്ട് വോട്ടർ പട്ടികയിൽ 2ഓ 3ഓ സ്ഥലത്ത് ഒരാളിന് വോട്ടുണ്ടായാൽ അത് കുറ്റമാണോ? ജാഗ്രതക്കുറവല്ലേ അല്ലെ? ഈ അവിടെ വന്ന് മറ്റേ വോട്ട് കളയാതെ വന്ന് ചെയ്യുന്നത് ജാഗ്രതക്കുറവല്ലേ സുരേഷ് ഗോപി? നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ ഉത്തരം പറയും. കുറ്റമാണോ? റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ചോദിക്കുന്നു. ഒരാളിന്റെ പേര്, താങ്കളുടെ പേര് രണ്ടിടത്ത് വച്ചത് കുറ്റമാണോ എന്നുള്ളതല്ല. സുരേഷ് ഗോപിയെ പോലെ ഒരാള് അവിടെ വേറെ വോട്ട് ഉരുളുന്നല്ല അല്ല, അതിന് മറുപടി പറഞ്ഞാൽ മതി. അതല്ല, 2 സ്ഥലത്ത് തിരിച്ച് ഞാൻ ചോദിച്ചതിനല്ല ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് തിരിച്ച് കൗണ്ടർ ചോദ്യമല്ലേ ചോദിച്ചത്? അല്ല, കുറ്റം ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ മുഴുവൻ ഇവിടെ ഇലക്ഷന് മത്സരിക്കുന്നവര് അവർ വോട്ട് ചെയ്തു എന്നുള്ളതല്ലോ. അത് ന്യായമാണോ? അതാണ് അദ്ദേഹത്തിന്റെ മര്യാദയും മാന്യതയും. അദ്ദേഹത്തിന് എത്രയിടത്ത് വോട്ട് കിടന്നാലും ഒരിടത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ മര്യാദയും. 2 സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ട് അത് മര്യാദ എന്നാണോ പറയുന്നത്? വോട്ട് ചെയ്തില്ല. പട്ടികയിൽ പേര് കിടക്കുന്നത് അതിന് ഉത്തരവാദി ഞാനല്ല. അത് എവിടെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായിട്ട് മാന്യതയോടുകൂടി നിയമപരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ സുരേഷ് ഗോപിയെ വേട്ടയാടിക്കൊണ്ടിരിക്കൂ, BJP ആക്രമിച്ചു കൊണ്ടിരിക്കൂ. നിങ്ങളുടെ വേട്ടയാടലും ആക്രമണവും കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയുടെ പേരാണ് നരേന്ദ്രമോദി. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്രമണവും നിങ്ങളുടെ വേട്ടയാടലും കൊണ്ട് കേരളത്തിൽ നിന്ന് ആദ്യം ജയിച്ച MP ആണ് സുരേഷ് ഗോപി. നിങ്ങളുടെ വേട്ടയാടലും നിങ്ങളുടെ ആക്രമണവും കൊണ്ട് നാളെ കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണ് BJP. സുരേഷ് ഗോപിയുടെ ഒരു കാര്യം കൂടെ എന്നോട് ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഇത് മറുപടി പറയാം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പുറത്തുനിന്ന് വന്ന് വോട്ട് ചോദിച്ചിട്ട് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അവിടെ എങ്ങനെ പിന്നെ അതിന് മറുപടി ഇറ്റലിക്കാരെ ചേർത്തില്ലല്ലോ. എന്നെ പേഴ്സണലി ചോദിച്ച ചോദ്യമാണ്. പറഞ്ഞിട്ട് പോയാൽ മതി പ്ലീസ്. അത് ന്യായമല്ല കേട്ടോ. അത്